എൻ്റെ യാത്ര കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും പിന്നെ ഡൽഹിയിൽ നിന്ന് നേപ്പാളിലേക്കുമായിരുന്നു. കാഠ്മണ്ഡു ത്രിഭുവൻ എയർപോർട്ടിൽ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ഞാനെത്തി. ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് മാത്രമേ പുറത്തു കടക്കാൻ സാധിക്കുകയുള്ളൂ. കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്ന ഫോമിൽ നമ്മുടെ അഡ്രസ്സ്, വിസിറ്റിംഗ് പർപ്പസ്, ID പ്രൂഫ് ഡീറ്റെയിൽസ്, ഇമെയിൽ തുടങ്ങിയ കാര്യങ്ങൾ പൂരിപ്പിച്ച് ഇമിഗ്രേഷൻ ഓഫീസിൽ കൊടുക്കണം. അതിനുശേഷം പാസ്പോർട്ടിൽ പെർമിറ്റ് അടിച്ചു തരും. ഇതിനെല്ലാം കൂടി ഏകദേശം ഒരു 20 മിനിറ്റ് സമയം എടുക്കും. യാത്ര ചെയ്യുമ്പോൾ ഒരു പെന്ന് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. നമ്മുടെ ID, പാസ്പോർട്ട് എന്നിവ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് യാത്ര ബുദ്ധിമുട്ടാണ്. ഞാൻ താമസിക്കുന്ന പിൽഗ്രിം എന്ന ലോഡ്ജ് തമിഴ് എന്ന സ്ട്രീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. എയർപോർട്ടിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. കാർ വാടക 500 രൂപ. ഇന്ത്യൻ കറൻസി 100 രൂപ, നേപ്പാൾ കറൻസി 160 രൂപയ്ക്ക് തുല്യമാണ്. ഇന്ത്യൻ കറൻസി 100 രൂപ മാത്രമേ നേപ്പാളിൽ സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഇന്ത്യൻ കറൻസിയായ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ഉണ്ട് എങ്കിൽ അത് തിരിച്ചു തരുന്നത് നേപ്പാളി കറൻസിയിൽ മാത്രമാണ്. അതുകൊണ്ട് 100 രൂപയുടെ നോട്ടുകൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഉചിതം. മണി എക്സ്ചേഞ്ചിന് ധാരാളം സ്ഥാപനങ്ങൾ നേപ്പാളിലുണ്ട്. നേപ്പാളിൽ സ്ഥലങ്ങൾ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പൊതുവെ ടാക്സി കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് മിനി ബസ്, ടൂറിസ്റ്റ് ബസ്സിനെ ആശ്രയിക്കുന്നതാണ് നല്ലത്. ലോഡ്ജുകാർ തന്നെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും. തമിഴ് എന്ന സ്ട്രീറ്റിൽ ലോ ബഡ്ജറ്റ് ലോഡ്ജ് തൊട്ട് ഹൈ ബഡ്ജറ്റ് ലോഡ്ജ് വരെ ലഭ്യമാണ്. അപ്പോൾ താമസത്തെ പറ്റി നിങ്ങൾ ഒരു ടെൻഷനും എടുക്കണ്ട. നേരെ തമിഴിലോ അല്ലെങ്കിൽ കാഠ്മണ്ഡു സെൻട്രലിലോ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ലോഡ്ജുകൾ അവൈലബിൾ ആണ്. ഇനി നമുക്ക് നേപ്പാളിനെ എങ്ങനെ കാണാം. അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് ഹിമാലയൻ വാലിയാണ്. അന്നപൂർണ ബേസ് ക്യാമ്പ്. ഈ അന്നപൂർണ ബേസ് ക്യാമ്പിൽ നിന്നാണ് മാനസ സരോവരം കൈലാസത്തിലോട്ടൊക്കെ യാത്ര പുറപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹിമാലയൻ ട്രക്കിംഗ്.
ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് കാഠ്മണ്ഡുവിലേക്ക് തിരിക്കുക. അവിടെ നിന്ന് ഫ്ലൈറ്റിൽ ഇന്ത്യയിലേക്ക് മടങ്ങുക. കേരളത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ചോദിക്കാറുണ്ട് എങ്ങനെ ലോ ബഡ്ജറ്റിൽ നേപ്പാൾ വിസിറ്റ് ചെയ്തു വരാം എന്നുള്ളത്. ചൊവ്വ, ബുധൻ, ഞായർ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തിൽ നിന്ന് രപ്തസാഗർ എക്സ്പ്രസ് ഗോരഖ്പൂരിലേക്ക് സർവീസ് നടത്തുന്നു. 3800 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഗോരഖ്പൂരിൽ നിന്ന് ഇന്ത്യ നേപ്പാൾ അതിർത്തിയായ സുനോലിയിലേക്ക് 95 കിലോമീറ്റർ ദൂരമുണ്ട്. ബസ്സിലാണ് യാത്രയെങ്കിൽ 3.5 മണിക്കൂർ സമയമെടുക്കും. കാർ, ഷെയർ ജീപ്പ്, ഷെയർ കാർ എന്നിവ 1.5 മണിക്കൂർ കൊണ്ട് സുനോലിയിലെത്തും. ചെക്ക് പോസ്റ്റിൽ ചിലപ്പോൾ ID ചോദിക്കും. ആദ്യം കാണേണ്ട സ്ഥലം ഗോരഖ്പൂരിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന നേപ്പാൾ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ലുംബിനി. പിന്നെ ചിറ്റ്വാങ് നാഷണൽ പാർക്ക്, അത് കഴിഞ്ഞ പൊക്കാറോ, പിന്നെ കാഠ്മണ്ഡു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് കാഠ്മണ്ഡുവിൽ നിന്ന് സുനോലിയിലേക്കോ ഗോരഖ്പൂരിലേക്കോ ബസ്സുകൾ ലഭ്യമാണ്. എല്ലാ ചൊവ്വാഴ്ചയും കാലത്ത് 6:30 ഗോരഖ്പൂരിൽ നിന്ന് രപ്തസാഗർ എക്സ്പ്രസ് നമ്പർ 12521 കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നു. ട്രെയിനിൽ പോകേണ്ടവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഗോരഖ്പൂരിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നുള്ളൂ.